ഹലോ എവരിവൺ. സോ റേഷ്യോയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള വേറെ കുറച്ച് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, എ റെക്ടാംഗിൾ ഹാസ് എ ലെങ്ത് ടു ബ്രെഡ്ത്ത് റേഷ്യോ ഓഫ് 5:3. ഇഫ് ഇറ്റ്സ് പെരിമീറ്റർ ഈസ് 64 സെൻറ്റിമീറ്റർ, ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മുന്നേ ചെയ്തിട്ടുള്ള ആ ടൈപ്പ് തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് റെക്ടാംഗിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 5:3 ആണ്, പെരിമീറ്റർ 64 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു റെക്ടാംഗിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. അത് ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്തുള്ള സമ്മിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പെരിമീറ്റർ കിട്ടുക. അതാണ് 64. അങ്ങനെയാണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. അത് ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്തുള്ള സമ്മിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 64 കിട്ടുക. അങ്ങനെയാണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 32. 64ൻ്റെ ഹാഫ് അല്ലേ? ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോയാലും മതി. 2നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഡിവിഷനായിട്ട് മാറും. 64/2 32. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 32 കിട്ടണം. ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ L:B എന്ന് പറഞ്ഞാൽ 5:3 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്, അവരുടെ സമ്മ് തന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് പരിപാടി ചെയ്യാൻ പറ്റും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലെങ്ത്തും ബ്രെഡ്ത്തും കാണാനാണ്. അപ്പോൾ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള റേഷ്യോ 5:3 ആണ് അല്ലേ? അവരുടെ സമ്മ് എന്ന് പറഞ്ഞാൽ 32 ആണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കാണാൻ എന്ത് ചെയ്താൽ മതി? 5ഉം 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 ആണ്. അപ്പോൾ ആ 8ൽ 5 എന്താണ്? ലെങ്ത് ആണ്. അപ്പോൾ 5/8 × 32 ചെയ്താൽ ലെങ്ത് കിട്ടും. അതുപോലെ 3/8 × 32 ചെയ്താൽ ബ്രെഡ്ത്ത് കിട്ടും. 32/8 എന്ന് ചെയ്താൽ എത്ര? 4 ആണ് അല്ലേ? 32നെ 8 വെച്ച് ഡിവൈഡ് ചെയ്താൽ 4 ആണ്. 5 × 4 20. അതുപോലെ തന്നെ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 ആണ്. 3 × 4 12. സോ 20ഉം 12ഉം ആരാണ് വരിക? ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ സെക്കൻഡ് മെത്തേഡ് വെച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ 5നെ 5x-ഉം 3യെ 3x-ഉം ആക്കിയിട്ട് അങ്ങനെ ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നോ പ്രോബ്ലം. നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതിലാകെ ഒരു ഡിഫറൻസേ ഉള്ളൂ. പെരിമീറ്റർ തന്നു കഴിഞ്ഞാൽ അത് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് കാണണം എന്നുണ്ടെങ്കിൽ ആ പെരിമീറ്ററിൻ്റെ ഹാഫ് ആണ് എന്നുള്ളൊരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. റെഡി അല്ലേ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. 2 numbers are in the ratio 4:7. If their difference is 27, what are the numbers? ഓക്കെ, 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അവരുടെ റേഷ്യോയും അവരുടെ ഡിഫറൻസും ആണ് തന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ നമ്മുടെ സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, എന്താ സെക്കൻഡ് മെത്തേഡ് പറയുന്നത്? നമുക്കറിയാം 4:7 ആണ്. നമ്മൾ എന്ത് ചെയ്യും? 4 എന്ന് പറയുന്ന ആളെയും 7 എന്ന് പറയുന്ന ആളെയും റിയൽ നമ്പേഴ്സ് ആക്കാനേ നമ്മൾ ഇയാളെ 4x ആക്കി മാറ്റും, ഇയാളെ 7x ആക്കി മാറ്റും. ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, അപ്പോൾ ഇവരുള്ള ഗ്രേറ്റർ നമ്പർ 7x ആണ്, സ്മോൾ നമ്പർ 4x ആണ് അല്ലേ? ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് അവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നാണ് പറഞ്ഞത്? 27 കിട്ടും. അവർ തമ്മിലുള്ള ഡിഫറൻസ് 27 ആണ്. 7x നിന്ന് 4x പോയി കഴിഞ്ഞാൽ എത്രയാണ് വരിക? 7ൽ നിന്ന് 4 പോയാൽ 3 ആണ്. അപ്പോൾ 7x നിന്ന് 4x പോയാൽ 3x ആണ്. 3x = 27 എന്ന് വരും. അപ്പോൾ x = 27/3. ആ 3 അങ്ങോട്ട് കൊണ്ടുപോയാൽ /3 ആയിട്ട് മാറും. 27/3 = 9. എക്സിൻ്റെ വാല്യൂ 3 ആണ്. 9. എക്സിൻ്റെ വാല്യൂ 9 ആണെങ്കിൽ ഈ 4x എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറും? 4 × 9 = 36 ആയിട്ട് മാറും. 7x എന്തായിട്ട് മാറും? 7 × 9 = 63 ആയിട്ട് മാറും അല്ലേ? അപ്പോൾ 36ഉം 63ഉം ആണ് ആ രണ്ട് നമ്പേഴ്സ്. 36ഉം 63ഉം തമ്മിലുള്ള റേഷ്യോ എടുത്ത് നോക്കുക നിങ്ങൾ. 4:7 കിട്ടും. 36ഉം 63ഉം തമ്മിലുള്ള ഡിഫറൻസ്, 63ൽ നിന്ന് 36 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിഫറൻസ് എത്രയാണ്? 27 എന്നുള്ളത് കിട്ടും. റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഈസി. കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ സമ്മല്ല തന്നിട്ടുള്ളത്, ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് രണ്ട് മെത്തേഡും അറിയുമെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ ഏതാണോ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക അത് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് വേറെ രീതിയിലും ചെയ്യാം കേട്ടോ. ഓക്കെ, വേറെ രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ എല്ലായിടത്തും ഒരേ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചാൽ ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതും പഠിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഓരോരോ മെത്തേഡ്സ് പഠിക്കണം. അപ്പോൾ ഇതുവരെ നമ്മളെല്ലാം ഈ രണ്ട് മെത്തേഡ്സ് മാത്രമേ യൂസ് ചെയ്ത് അല്ലേ? അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? എല്ലായിടത്തും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ 48:16 = 72:x, then what is the value of x? ഓക്കെ, ഇത് നമുക്ക് ആക്ച്വലി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം, രണ്ട് രീതിയിൽ ആലോചിക്കാം. ഒരേ മെത്തേഡിനെ രണ്ട് രീതിയിൽ നമുക്ക് ആലോചിക്കാം. ഫസ്റ്റ് കാര്യം എന്താ വെച്ചാൽ 48:16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72:x. ഞാൻ എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ മെത്തേഡ്, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ മെത്തേഡിൽ ഞാൻ പറയാം. ഓക്കെ, 48:16 = 72:x. ആക്ച്വലി ഈ റേഷ്യോനെ നമുക്ക് ഫ്രാക്ഷൻ എഴുതാൻ പറ്റും. എങ്ങനെയാ? 48:16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48/16 ആണ് അല്ലേ?
72:x എന്ന് പറഞ്ഞാൽ 72/x ആണ്. ഇങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റും. അത് ഏത് റേഷ്യോനും പറ്റും. 1:2നെ 1/2 എഴുതാം, 2:3യെ 2/3 എഴുതാം, 3:4നെ 3/4 എഴുതാം, 3:2നെ 3/2 എഴുതാം. ഫസ്റ്റ് പറയുന്ന ആളെ ന്യൂമറേറ്റർ എഴുതുക, സെക്കൻഡ് പറയുന്ന ആളെ ഡിനോമിനേറ്റർ ആക്കി എഴുതുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ 48ഉം ഇവർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുന്നേ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ സിംപ്ലിഫൈ ഒക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ലാസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, 48x ഇസ് ഈക്വൽ ടു ഇവർ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 72 × 16 വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ വരിക? 72 × 16/48. കാരണം എക്സിനെ മാത്രം ഇവിടെ നിർത്തുകയാണ്. ഞാൻ ഈ 48 അങ്ങോട്ട് കൊണ്ടുപോയാൽ ഈ 48 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷനായിട്ട് മാറും. ഇനി നിങ്ങൾ നോക്കിയേ, 16ഉം 48ഉം നമ്മൾ ക്യാൻസൽ ചെയ്യാം. 16 എത്ര 16ആ? ഒരു 16. 48ൽ 3 ടൈംസ് ആണ് 16. നിങ്ങൾ 48നെ 16 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക്. ഓക്കെ, 16 × 3 ആണ് 48. അപ്പോൾ 16ൽ ഒരു 16 ഉണ്ട്, 48ൽ 3 16 ഉണ്ട്. അപ്പോൾ രണ്ടിനെയും 16 വെച്ച് കട്ട് ചെയ്തു. ബാക്കി എന്താ വരിക? 72/3. 72നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 7ൽ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഡിവൈഡ് നോക്കിയിട്ട് തിരിച്ചു വന്നാൽ മതി. നിങ്ങൾക്ക് ആൻസർ കിട്ടുക 24 എന്നുള്ളതാണ് ആൻസർ കിട്ടുക. കാരണം 7ൽ 2 ടൈംസ് വരും, ബാക്കി 12 ഉണ്ടാവും. 12ൽ എത്ര 3 ഉണ്ടാവും? 4 ടൈംസ്. സോ 24 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കിയിട്ട് തിരിച്ചു വന്നാൽ മതി. ഓക്കെ, സോ ആൻസർ എന്താണ്? 24. എക്സിൻ്റെ വാല്യൂ 24. റെഡി അല്ലേ? അപ്പോൾ ഇത് ഒരു മെത്തേഡ്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇതിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ 48:16 വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ സിംപ്ലിഫൈ ചെയ്യാം. രണ്ടിലും 16 കോമൺ ആണ്. റേഷ്യോ പൊതുവേ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുക. അപ്പോൾ ഞാൻ ഈ 48:16 എന്ന് പറയുന്ന ആളെ രണ്ടിനെയും 16 വെച്ച് കട്ട് ചെയ്താൽ ഇതിൽ 3 ടൈംസ് ആണ് 16, ഇതിൽ സിംഗിൾ ടൈം ആണ് 16. അപ്പോൾ 48:16 is equal to 72:x എന്നുള്ളതിന് പകരം 3:1 is equal to 72:x എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. അപ്പോൾ 3:1 എന്ന് പറയുന്ന റേഷ്യോനെ നമുക്ക് 72:x എന്നുള്ള രീതിയിലാക്കണം അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ 3 എന്ന് പറയുന്ന ആളെ 72 ആക്കണമെങ്കിൽ നമ്മൾ ഈ 3യെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം? 3 എന്ന് പറയുന്ന ആളെ നിങ്ങൾ 24 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 72 കിട്ടുക. അഥവാ 72നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ 3 എന്ന് പറയുന്ന ഈ നമ്പറിനെ ഒരു 24 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 72 കിട്ടുക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു റേഷ്യോനെ ഒരു വേറെ റേഷ്യോട്ട് ഇക്വേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് വാല്യൂസിനെയും ഫസ്റ്റ് റേഷ്യോയുടെ രണ്ട് വാല്യൂസിനെയും ഒരേ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കണം പുതിയ റേഷ്യോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് മുന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ റേഷ്യോസ് കാണുന്ന സമയത്ത് നമ്മളെല്ലാവരെയും ഇപ്പം മുന്നേ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എല്ലാ നമ്പേഴ്സിനെയും ഒരേ ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? മൾട്ടിപ്ലൈ ചെയ്യാറുള്ളത് അല്ലേ? എക്സ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ 3 എന്ന് പറയുന്ന ആളെ 24 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 72 കിട്ടുന്നതെങ്കിൽ ഇവിടെയുള്ള നമ്പറിനെയും നമ്മൾ 24 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അവിടെയും നമ്മൾ 24 ആണ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 1 × 24 എന്തായിരിക്കും എക്സിൻ്റെ വാല്യൂ അപ്പോൾ വരേണ്ടത്? 24 ആയിരിക്കും വരേണ്ടത്. ഇത് സിമ്പിൾ ലോജിക് ഐഡിയ ആണ്. എന്താണ് റേഷ്യോ എന്നുള്ളതിൻ്റെ ബേസിക് ഐഡിയ വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചെയ്തത് സിമ്പിൾ ആണ്, ഒന്നുമില്ല, അതിനെ ഫ്രാക്ഷണൽ ഫോം ആക്കിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഈസി മെത്തേഡാണ്. മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റേഷ്യോനെ വേറെ റേഷ്യോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് താളെയും സെക്കൻഡ് താളെയും ഒരേ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കണം അതിന് ഇക്വേറ്റ് ചെയ്യുന്ന റേഷ്യോൻ്റെ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 3 എന്ന് പറയുന്ന ആളെ 24 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 72 കിട്ടുന്നതെങ്കിൽ ഈ 1നെയും എന്ത് തന്നെയാണ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 24 വെച്ച് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ 24 എന്ന് കിട്ടും. 1 × 24 = 24. സെയിം, രണ്ടിടത്തും എന്താണ്? സെയിം ആൻസർ ആണ്. റെഡി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. If 6:18 is equal to 21:x, then what is the value of x? സെയിം മെത്തേഡിൽ രണ്ട് മെത്തേഡ്സും ചെയ്ത് നോക്കുക. ഫ്രാക്ഷൻ ആക്കിയിട്ട് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അല്ലാതെ നമ്മൾ പറഞ്ഞിട്ടുള്ള രീതിയിലും ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, എന്താണ് ആൻസർ കിട്ടുക ചെയ്തിട്ട് എല്ലാവരും കിട്ടിയിട്ടുള്ള ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ എല്ലാവരും കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കും. ആരെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ ExamVa USS വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോ നോക്കാം. താങ്ക് യു.